ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പണ്ടൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. ഇതുപോലെ ഫേസ് കാട്ടി ഞാൻ വീഡിയോ ചെയ്ത പോലും ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ട് പോലും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്കിപ്പം ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിയിടുമ്പോൾ അതിന് കിട്ടുന്ന റീച്ചും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വയം ഒരു നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു തോന്നൽ വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് പോലും കേട്ടോ. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. ഞാൻ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ഇതിൽ കുറേ വ്യൂസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്കതൊരു പാഷനായി മാറി. ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പല സാഹചര്യങ്ങൾ കാരണം എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ചാനൽ മോണിറ്റൈസേഷൻ ആവുന്ന ഒരു അക്കിലെത്തിയതായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കഷ്ടകാലം എന്ന് പറയട്ടെ, എനിക്ക് പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ എനിക്ക് ചാനൽ ജസ്റ്റ് നിർത്തി വെക്കേണ്ടി വന്നിട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ രണ്ടാമത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. പിന്നെ ഒരുപാട് ആൾക്കാർ തമാശയ്ക്കൊക്കെ ചോദിച്ചു ഞാൻ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് തമാശയ്ക്കായിട്ട് ആളുകൾ കളിയാക്കൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേ ഞാൻ സത്യത്തിൽ എന്നെ സ്വയം മുന്നോട്ട് കൊണ്ടുവരണം, മെൻ്റലി ഡൗൺ ആവാതെ ഞാൻ മുന്നോട്ട് വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അതും അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ അത് നമ്മുടെ ഒരു വിജയം തന്നെയാണ്. ഞാനിപ്പോൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വഴിയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മുടെ മനസ്സ് ഉറച്ചതാണെങ്കിൽ അത് തന്നെയാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ പാലം എന്ന് പറയുന്നത്. എന്ന് രാവിലെ എണീക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന് മുതൽ എന്തായാലും നന്നാവണം. അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം തീരാനാകുമ്പോൾ വിചാരിക്കും, അല്ലെങ്കിൽ വേണ്ട നാളെ മുതൽ ഉറപ്പിച്ചു ഒരു മാറ്റമില്ല നന്നാവും. പക്ഷേ ഈ ഒരു കാര്യം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. എൻ്റെ ഒരു കാര്യത്തിൽ ഇതിനിടയ്ക്ക് PSC പഠിക്കണം എന്ന് വെച്ചിട്ട് ഒരുപാട് ബുക്കൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സാഹചര്യങ്ങളൊക്കെ കാരണം എനിക്ക് PSC പഠിക്കാനുള്ളൊരു സമയമോ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ വിചാരിക്കും ഉള്ള സമയം വെച്ച് പഠിച്ചാലോ എന്നൊക്കെ. പക്ഷെ മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാറുണ്ട്. ഞാനും തളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് മുതൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരാളുടെ വാക്കുകളിൽ തളരുന്ന ഒരാളിൽ നിന്ന് സ്വന്തം സ്വപ്നങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായി മാറാൻ വേണ്ടിയിട്ട് ഇന്ന് മുതൽ ട്രൈ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.